എറണാകുളം കളമശ്ശേരിയിലെ ഫ്ളാറ്റിലെ കൊലപാതകം പ്രതികളെ കളമശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ഞായറാഴ്ച 17-ാം തീയതി ഞായറാഴ്ച എറണാകുളം കളമശ്ശേരി പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലുള്ള ഫ്ളാറ്റിലെ പെരുമ്പാവൂരുകാരി ജെയ്സി എബ്രഹാം ബാത്റൂമിൽ മരിച്ചു കിടക്കുന്ന കണ്ടു. ഏതായാലും അമ്മയെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. അമ്മയും പിതാവുമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് കഴിയുകയാണ്. പിതാവ് പെരുമ്പാവൂരിൽ തന്നെ, അമ്മ എറണാകുളത്ത്. ജെയ്സി 55 വയസ്സുള്ള സ്ത്രീ. അവർ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നന്നായിട്ട് ചെയ്യുന്നു എന്ന് പറയുന്നു. അവർ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. പല കസ്റ്റമേഴ്സ് ഞായറാഴ്ച ഫ്ലാറ്റിൽ വരും പോകും. സ്ഥലക്കച്ചവടം നന്നായിട്ട് നടക്കുന്നു എന്നാണ് പറയുന്നത്. അവര് ബാത്റൂമിൽ മരിച്ചിരിക്കുന്നു. മകള് കാനഡയിൽ നിന്ന് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. അവസാനം പോലീസിൽ പറഞ്ഞു. പോലീസ് വന്ന് നോക്കിയപ്പം ബാത്റൂമിൽ മരിച്ചിരിക്കുന്നതാണ് കാണുന്നത്. ഏതായാലും പോലീസ് നടപടിയെടുത്തു. കളമശ്ശേരി പ്രാഥമിക പരിശോധനയിൽ വീണിരിക്കാം, അങ്ങനെ തലയ്ക്ക് പരിക്ക് പറ്റിയിരിക്കാം എന്നൊക്കെ കരുതിയത്. എറണാകുളം മെഡിക്കൽ കോളേജിൽ അവിടെ പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോഴും തലയുടെ പിന്നിൽ മാരകമായ 10 മുറിവുകൾ. ഒന്ന് കഴുത്തിൻ്റെ ഭാഗത്താണ്, അത് നല്ല ഡീപ്പ് ഇഞ്ചുറിയാണ്. പോലീസ് ഈ കേസിൻ്റെ അന്വേഷണം തുടങ്ങി. CCTV ദൃശ്യങ്ങൾ നോക്കി. 10-20 ഒരാൾ ബൈക്കിൽ വരുന്നു. ഹെൽമെറ്റ് വെച്ച് തല കവർ ചെയ്തിട്ടുണ്ട്. ആളെ മനസ്സിലാകുന്നില്ല. ഫ്ലാറ്റിൽ വന്ന് കയറിപ്പോന്ന് കണ്ടു 2 വീലറിൽ. അതിനുശേഷം അതേ വ്യക്തി 12:50 ഇറങ്ങി പോകുന്നത് കണ്ട് ഹെൽമെറ്റ് വെച്ച് ബൈക്കിൽ പോകുന്നത് കണ്ടു. ഇയാളെ ചുറ്റിപ്പറ്റി അന്വേഷണം തുടങ്ങി പോലീസ്. പോസ്റ്റ്മോർട്ടത്തിലെ ഞെട്ടിക്കുന്ന ചില വിവരങ്ങൾ പുറത്തു വന്നു. തലയിലെ 10 മുറിവ് മാരകമായ മുറിവാണ് മരണകാരണം. അപ്പോൾ ഒരു വീണുള്ള സ്വാഭാവികമായ ഒരു മരണത്തിലെ അല്ല എന്ന് പോലീസ് കണ്ടെത്തി. ഈ CCTV ദൃശ്യവുമായിട്ട് അന്വേഷണം നടത്തി. പോലീസ് 2 പേരെ ഇന്നലെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇൻഫോ പാർക്ക് എംപ്ലോയി ആയ ഗിരീഷ്, കാക്കനാട് ഇൻഫോ പാർക്ക് എംപ്ലോയി ആണ് അയാൾ. ഗിരീഷ് ബാബു എന്നാണ് പറയുന്നത്. 45 വയസ്സുണ്ട്. അയാളും ജെയ്സി എബ്രാഹുമായിട്ട് വലിയ സൗഹൃദം ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അവിടെ വരും. 2 പേരും ഒന്നിച്ചിരുന്ന് മദ്യപിക്കും. ഈ ദിവസവും, ഈ കൊലപാതകം നടന്ന ദിവസവും ഇയാൾ പകൽ വന്നു. 10-20 അവിടെ വന്നു, ഒന്നിച്ചിരുന്ന് മദ്യപിച്ചു. അതിനുശേഷം തൻ്റെ ചെറിയ ബാഗിനകത്ത് കൊണ്ടുവന്ന ഡമ്പല്, ഹെവി, നമുക്കറിയാം മസിലൊക്കെ പെരുക്കാൻ ഉപയോഗിക്കുന്ന ഡമ്പല്, അത് വെച്ചിട്ട് ഇവരെ തലയ്ക്കടിക്കുകയായിരുന്നു. 2 പേരും ഒന്നിച്ചിരുന്ന് മദ്യപിക്കുന്ന സന്ദർഭത്തിലാണ് അടി. പിന്നിൽ കൂടെ വന്നായിരിക്കണം, തലയുടെ പിന്നിലാണ് അടി മുഴുവൻ. കൊലപാതകം നടത്തി അവരുടെ മൊബൈൽ ഫോൺ സൗകര്യപൂർവ്വം ഇയാൾ കൈക്കലാക്കി. കാരണം മൊബൈൽ ഫോൺ കിട്ടിയാൽ പോലീസ് ആരാണ് അവസാനം വിളിച്ചിരിക്കുന്നതൊക്കെ കാണുമല്ലോ. അവരുടെ ധരിച്ചിരുന്ന ആഭരണം കൊണ്ടുപോയി. വീട്ടിൽ നിന്ന് എത്ര രൂപ പോയി എന്ന് അറിയില്ല. റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആയതുകൊണ്ട് പണം കാണാനുള്ള സാധ്യത കൂടുതലാണ്. എന്തായാലും പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തു. കുറ്റം സമ്മതിച്ചു. ഇത് പ്ലാൻ ചെയ്തത് ഇയാളുടെ ഒരു സുഹൃത്തുണ്ട്, ജെയ്സി എബ്രഹാം പോലെ തന്നെ ഖദീജ എന്നൊരു സുഹൃത്ത്. അവർ വീട്ടിലിരുന്നാണ് 2 പേരും കൂടി ഇത് പ്ലാൻ ചെയ്തത്. കുറേ ദിവസത്തെ പ്ലാനിങ്ങിൻ്റെ ഫലമായിട്ടാണ് ഈ മർഡർ നടത്താൻ തീരുമാനിച്ചത്. ഇവരെ ഇഷ്ടംപോലെ പൈസയുണ്ട്, ആഭരണമുണ്ട്. അതുകൊണ്ട് 2 പേരും ആലോചിച്ച് ഇയാൾ ഈ രീതിയിൽ കാമോഫ്ലാഗ് ചെയ്ത് ആളറിയാതെ ഹെൽമെറ്റ് വെച്ച് ബൈക്കിൽ പോയി ഫ്ലാറ്റിൻ്റെ അവിടെ ചെന്നു, കയറിപ്പോയി. 2 മണിക്കൂർ കഴിഞ്ഞ് 2.5 മണിക്കൂർ കഴിഞ്ഞ് ഇറങ്ങിപ്പോകുന്ന ദൃശ്യം. പക്ഷെ ആ ദൃശ്യം പോലീസ് നോക്കിയപ്പോൾ ഒരു വ്യത്യാസം. അങ്ങോട്ട് പോയപ്പം ധരിച്ചിരുന്ന ടീഷർട്ടല്ല, പിന്നെ പോയപ്പം ധരിച്ചിരുന്ന ഷർട്ട്. അവിടെയാണ് ഇയാളാണ് കൾപ്രിറ്റ് എന്ന് പോലീസ് ഫിക്സ് ചെയ്തു. കാരണം വേഷം മാറിപ്പോയിരിക്കുന്നു, അങ്ങോട്ട് കയറിപ്പോയ ആൾ. അവിടെ ആ ബോഡി അവിടുന്ന് വലിച്ച് ബാത്റൂമിൽ കൊണ്ടുപോയി സ്വാഭാവിക മരണമാണ് അല്ലെങ്കിൽ വീണുള്ള പരിക്കാണ് എന്ന് തോന്നിക്കത്തക്ക രീതി തലയുടെ പിന്നിലാണ് മുഴുവൻ പരിക്കും.
ഏൽപ്പിച്ചത്. അതുകൊണ്ട് പരിക്കുമായിട്ട് ബാത്റൂമിൽ വന്നിരിക്കാം, അങ്ങനെ ആ കേസ് തെളിവില്ലാതെ പോകും എന്നാണ് ഈ തിരുമണ്ടൻ ആലോചിച്ചത്. എന്തായാലും അയാളുടെ ഫിംഗർ പ്രിൻ്റ് അവിടെ നിന്ന് ലഭ്യമായിട്ടുണ്ടോ എന്നറിയില്ല. ഖദീജയെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ഈ കേസിൽ 2 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. മൊബൈൽ ഫോൺ റിക്കവറി ചെയ്തിട്ടുണ്ടാവും അവരുടെ കയ്യിൽ നിന്ന്. എന്തായാലും കളമശ്ശേരി പോലീസിൻ്റെ നല്ലൊരു ഡിറ്റക്ഷനാണിത്. ഫ്ലാറ്റിലെ മർഡർ അത് എങ്ങനെയാണ് അത് നടത്തുന്നത്, എങ്ങനെയാണ് നടത്തിയത്, ഏത് രീതിയിൽ ഓപ്പറേഷൻ ആയിരിക്കും എന്നൊക്കെ വ്യക്തമായ ഒരു കാഴ്ചപ്പാട് പോലീസിന് ഇക്കാര്യത്തിലുണ്ടായി. അതനുസരിച്ച് ട്രാക്ക് ചെയ്തപ്പോഴാണ് ഗിരീഷ് ബാബുവിനെ കണ്ടെത്തുന്നത്. ഇവരോട് സൗഹൃദം പുലർത്തിയിരുന്ന ഗിരീഷ് ബാബുവാണ്. പലരും അതുപോലെ ക്ലയൻസ് ഉണ്ടാവാം. ഒന്നിച്ച് ഇരുന്ന് മദ്യപിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവർ രണ്ടുപേർക്കുണ്ടായിരുന്നു. അതാണ് ആ സ്വാതന്ത്ര്യമാണ് ദുർവിനിയോഗം ചെയ്യുന്നത്. ഒറ്റയ്ക്ക് താമസിക്കുന്ന പല സ്ത്രീകളും പല സ്ഥലത്തും മദ്യപിക്കുന്നവരായിട്ടുണ്ട്, സുഹൃത്തുക്കളുണ്ട്. അത് പുരുഷന്മാർ തന്നെ ചെയ്യണമെന്നില്ല, സ്ത്രീകളും ഇപ്പം മർഡർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. മദ്യപിക്കുന്ന സ്ത്രീകളുണ്ട്. ഇതൊരു മദ്യപാനം ഇവർ രണ്ടുപേരും ഒന്നിച്ച് നടത്തിയപ്പോഴാണ് ഈ അപകടം ഉണ്ടായതെന്ന് മനസ്സിലാക്കിക്കണം. എപ്പോഴാണ് അപകടം ഉണ്ടാകുന്നത് നമുക്കറിയില്ല. പണമുള്ളവർ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടെന്ന് ധരിച്ച് കൊന്നിട്ട് പോകും, തെളിവുണ്ടാവില്ല എന്ന് വിചാരിച്ച്. ഇയാൾ വന്ന് ഓപ്പറേറ്റ് ചെയ്ത ഭാഗങ്ങളൊക്കെ അയാളുടെ കാഴ്ചപ്പാടില്ലേ പിടിക്കപ്പെടില്ല എന്ന് കരുതിയിരിക്കുന്നു. പക്ഷേ പോലീസ് അയാൾ അങ്ങോട്ട് കയറിയ വേഷം തിരിച്ചു പോയപ്പം വേഷം മാറിയിരിക്കുന്നു. അവിടെ മുതൽ ഡൗട്ട് തുടങ്ങി. തുടക്കം മുതൽ ഈ കേസിനകത്ത് അയാളെ സംശയിക്കുന്നു ആരാന്നറിയില്ല. എന്തായാലും ഇൻഫോ പാർക്ക് ജോലിയുള്ള, കാക്കനാട്ടെ ഇൻഫോ പാർക്ക് ജോലിയുള്ള ഒരു വ്യക്തിയാണ് ഈ കേസിലെ പ്രതി. അയാളുടെ സുഹൃത്ത് ഖദീജയെയും പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഏതായാലും നല്ലൊരു ഡിറ്റക്ഷൻ നടത്തി എറണാകുളം സിറ്റി പോലീസിനെയും കളമശ്ശേരി പോലീസിനെയും, എറണാകുളം റൂറൽ പോലീസിനെയും കളമശ്ശേരി പോലീസിനെയും അഭിനന്ദിക്കുന്നു ഞാൻ.